ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകൽ തട്ടുവാൻ വേണ്ടി പോവുകയാണ്. അവൻ നിന്റെ ദേശത്തിന്റെ നടുവിൽ അവൻ നിന്റെ നാവിനെ ഉപയോഗിക്കാൻ അവൻ ദേശത്തിന്റെ നടുവിൽ നീ എന്ന വ്യക്തിയെ കത്തിക്കാൻ ദൈവത്തിന്റെ താല്പര്യമുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉരച്ചെടിയുടെ തണലിൽ എന്റെ പ്രാണതയൊന്ന് എടുത്തു പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുവൻ നിൽക്കുന്നു. അവന്റെ പേരാണ് ഏലിയാവ്. ഇന്നലകളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഏലിയാവ്. ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ രാജകൊട്ടാരത്തിലേക്ക് ധൈര്യപൂർവം ഒരു തൂതുമായി ചെന്ന് ഒറ്റ തൂതിന്റെ മുമ്പിൽ അന്തരീക്ഷത്തെ കാർമേഘങ്ങളെ അടക്കിയ ദേശത്ത് ക്ഷാമമുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വർഗത്തിൽ നിന്നും ദൂത് കേട്ടെങ്കിലും ഈ ലോകത്തിലെ ഇസബെല എന്ന് പറയുന്ന സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ തളർന്ന് ചൂരച്ചെടിയുടെ കീഴിൽ തന്റെ പ്രാണനെ എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ? ഏലിയാവ് ഇന്നലകളിൽ നീ ഉപയോഗിക്കപ്പെട്ടതല്ലേ? ഇന്നലകളിൽ നീ നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നാളെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയുമോ? അതിലെ ഇന്നലകളിൽ നിന്നെ തൊട്ടിൽ നിന്നെ കരുതാൻ കഴിയുമെങ്കിൽ നാളെയും നിന്നെ കരുതാൻ തയ്യാറാണ്. ഇന്നലകളിൽ നിന്റെ നാവിനെ ചലിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നാളെ എന്ന കർമ്മേലിന്റെ മറവുകളിൽ നിന്നെ ദൈവത്തിന്റെ ആത്മാവിൽ ഉപയോഗിക്കാൻ തയ്യാറാണ്. ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞ പ്രിയമുള്ളവരെ, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. അവൻ നിന്നെ എടുക്കാൻ ഒരു മണ്ഡലത്തിന് കഴിയത്തില്ല. ഇന്ന് വെളിപ്പെടുന്ന ആത്മചലനം നിന്നെ ആ അന്തരീക്ഷത്തിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആ കാലമനുഷ്യ ദൈവകാലത്തിന്റെ സ്വീകരിച്ചാണ്. ആത്മീയ കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോയ ചിലരെ സഭയിൽ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഈ നിലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ആരാധന നിന്നോട് പറഞ്ഞേ. ഇനി നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? അവൻ നിന്റെ ഭാഗത്തിൽ നിന്ന് വന്ന ഒരു ജനജീവിതമായി നിമിത്തം നീ ഒതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകരം നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നെ മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയുകയില്ല. അനുതാപമുള്ള നിന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഉണർവിനെ ഉൾനിലയിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ജ്ഞാനമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൂത് പറയുമ്പോൾ എത്ര പേർ അന്യമായോടുകൂടി ആ ദൂതിനെ ഏറ്റെടുക്കുകയാണ്.